ഗണപതി ഭഗവാനേ ഓ, ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി. ഹലോ, നിങ്ങൾക്ക് കുറച്ച് കാശ് കളവ് പോയെന്ന് പറഞ്ഞ് എനിക്ക് അത് മാത്രം അന്വേഷിച്ചാ പോരല്ലോ. ഹലോ, അന്വേഷിക്കുന്നുണ്ട്. ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്കറിയാവോ? എന്ത് രാജ്യം ഭരിക്കാൻ വേറെ ആളുണ്ടെന്ന്? അതൊക്കെ ഒരു പേരിനല്ലേ ഉള്ളൂ. കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ തന്നെ വേണം. ശരി ശരി ശരി. കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് കടന്നോളാം. ഓ ശരി, ധൈര്യമായിട്ട് വെച്ചു. ഓ ശരി ശരി. പിന്നെ എന്താടോ സാർ, ആ ബാങ്കിന്റെ കേസിലെ കക്ഷികൾ വന്നിട്ടുണ്ട് സാർ. എന്നാ പിന്നെ അവരെ അകത്തോട്ട് വിളിക്ക്. ഇനി എന്തിന് താലപ്പൊലിയും ചെണ്ടമേളവും ശിങ്കാരിമേളവും ഒക്കെ വേണോ? അത് കുമരഞ്ചേരി ഉത്സവത്തിന് പോരെ സാർ. പോയി വിളിച്ചോട്ട് വാടോ. ഗണപതി ഭഗവാനേ നമാമി. ഗണപതി ഭഗവാനെ, മോഷണം പിടിച്ചുപറി വാണിഭം, ഇത് മാത്രമുള്ളോ ഈ സമ്പൂർണ്ണ സാക്ഷര കേരളത്തിൽ? അയ്യോ, നമസ്കാരം സാറുമാരെ. നമസ്കാരം. 3 പേർക്ക് സുഖമല്ലേ? അതെ. അങ്ങ് കൊമ്പത്ത് പിടിപാടുള്ള നിന്നെയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ല. എന്റെ തൊപ്പി പോകാൻ അത് മതിയല്ലോ. ഓ, പവനൻ സാറ് നല്ല ചൂടിലാണല്ലോ. അതെ, സാറിന് വൈറൽ ഫീവറാ. ജോസപ്പേ, അല്ല സാറേ, ഞങ്ങളെ കണ്ട് എണീറ്റ് ബഹുമാനിച്ചില്ലെങ്കിലും ഒന്ന് ഇരുത്തി സംസാരിക്കായിരുന്നു. കണ്ട സാർ ലേശം ഒന്ന് ഇറങ്ങിപ്പോ അവൻ കീറുന്ന കയറ്റം കണ്ട. ഇവനെയൊക്കെ ഇറക്കാടോ. ഈ കേസൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കും ഇവനെയൊക്കെ ഇരുത്തണോ അതോ കിടത്തി ഉരുട്ടണോന്ന്. 3ാമത്തെ ഒരു ഐറ്റം കൂടെ വേണ്ടി വരും. അതെന്റെ വക യവന്. ബാങ്ക് ലോൺ അടച്ചിട്ട് 6 മാസമായി അല്ലടാ? അതെ സാർ, ലേശം ടൈറ്റ് ആയിരുന്നു. പെണ്ണുങ്ങളൊന്നും ഇപ്പൊ മാലം കമ്മലും ഇട്ടുകൊണ്ട് റോഡേ നടക്കുന്നില്ലടാ. ഉണ്ട് സാർ, ഒക്കെ മുക്ക. ഒരു തമാശ പറഞ്ഞപ്പോ അവന്റെ ഒരു ഏതേലും പെണ്ണിന്റെ കാതിലോ കഴുത്തിലോ കിടക്കുന്ന സ്വർണത്തെ നീ തൊട്ടാ വെട്ടും. പറയടാ, ബാങ്കിലെ പൈസ എപ്പ അടയ്ക്കും? പറയടാ, എന്തെങ്കിലും പറയടാ. ഒന്നി പിടിച്ചു പറിക്കണം, അല്ലെങ്കിൽ കളഞ്ഞു കിട്ടണം. പോടാ. എന്താണ് നിന്റെ നാവിറങ്ങിപ്പോയോ? പറയടാ. സാറേ, അത് കൃത്യമായിട്ട് എങ്ങനെ പറയാനാ? ആരെ കൊന്നിട്ടാണെങ്കിലും ഞാനത് ഉടനെ അടച്ചോളാം. പോ സ്ഥലം. വലിയ കുതിരയാണെന്നാ ഭാവം, കാലൊടിഞ്ഞാണെന്നേ ഉള്ളൂ. ഏകദേശം ഈ ഡയറക്ഷനോട്ടാണല്ലോ ആ വണ്ടി വന്നത്. അതെ സാർ, നമ്മൾ കുറച്ചു മുമ്പ് അവരെ കണ്ടാണല്ലോ. അമ്മ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ ജീപ്പ് ഓടിച്ചത്. അതൊരു പ്രശ്നമായി. മറ്റവന് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, അതും ഒരു പ്രശ്നമായി. ജോസപ്പേ, എടോ, വളരെ വിലപ്പെട്ടതും വിശേഷപ്പെട്ടതും കിട്ടിയാൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട്. താനത് കണ്ടുപിടിച്ചോ? അത് ഞാൻ വന്നപ്പോഴേ കണ്ടുപിടിച്ചു. പറ. ആ കിടക്കുന്ന ഷൂ അല്ലേ? പരട്ട ജോസപ്പേ, അതല്ല. പിന്നെ ഈ ടാക്സി ഇതുപോലെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? അതിന് ഇത് മാത്രമല്ല, ഇതുപോലെ എത്ര എണ്ണം ഉണ്ട്. അതല്ലടോ, ഒരു ദിവസം രാത്രിയിൽ നമ്മള് KL 01A 999 വണ്ടിയുടെ പിന്നാലെ വന്ന് പൊളിഞ്ഞ വണ്ടികൾ കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഒരു ടാക്സി കണ്ടില്ലേ? അത് കറുപ്പും മഞ്ഞയല്ലേ? എന്റെ ജോസഫ്, അത് ദൈവം കൊടുത്ത നിറമൊന്നും അല്ലല്ലോ, മനുഷ്യൻ അടിച്ചതല്ലേ. അതേ മനുഷ്യൻ ഈ കളറും അടിക്കരുതോ? അടിക്കാം, പക്ഷെ അന്ന് നമ്പർ ഉണ്ടായിരുന്നല്ലോ. അതും ദൈവം കൊടുത്തതല്ല, മനുഷ്യന് മാറ്റാം. വേണമെങ്കിൽ ഇപ്പൊ ഈ ഓഫീസിൽ കയറി ഈ കാറിന്റെ ഹിസ്റ്ററി എനിക്ക് എടുക്കാം. പക്ഷെ ഞാൻ എടുക്കില്ല. അതെന്താണെന്ന് എനിക്കറിയാവോ? എന്തിന്? ഇടോ കോപ്പേ, ആ കാറല്ലേ ഈ കാറ്. ഓ, അത് ശരിയാണ്. എന്നാലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. അതും വേണം. നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്ത? എടാ, അച്ഛൻ ആ വണ്ടി കൊണ്ട് നടന്നാൽ ശരിയാവില്ല. അച്ഛൻ അതും കൊണ്ട് ഇപ്പൊ എങ്ങോട്ടാ പോയത്? അതൊന്നും എനിക്കറിയില്ല. അത് അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വണ്ടിയിൽ വന്നവരെ പണം കൊണ്ടുവച്ചതെന്ന് നിനക്ക് മാത്രമല്ലേ അറിയൂ. അവന്മാരാണെങ്കിൽ നിന്നെ കണ്ടിട്ടുമില്ല. പിന്നെ എന്തിനാണ് ടെൻഷൻ? എടാ, അവന്മാരുടെ കയ്യിലിരുന്ന വണ്ടിയല്ലേ, അതിന്റെ പിന്നിൽ വേറെയും കുഴപ്പങ്ങളുണ്ടാവും. നീ ഇങ്ങനെ ആലോചിച്ച് പ്രശ്നങ്ങൾ വലുതാക്കുന്ന ആളാ. ഇപ്പൊ ഒന്ന് ഊണ് കഴിക്ക്. ജോസഫേ, എന്തോ? സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താ അത് ഇന്ന് പയ്യെ അങ്ങ് പിന്മാറും. പക്ഷെ ഇപ്പോ ഇതിനകത്ത് കേറണ്ടെന്ന് ഞാൻ കരുതിയതാ. പക്ഷെ എന്തോ ഏതോ ആരോ ഇതിനകത്തുണ്ടെന്നൊരു തോന്നൽ. അകത്തോട്ട് കമോൺ. മൂക്കിന്റെ പാലം തല്ലി കൊടുത്തിട്ട് കമോൺ. എന്താടാ എല്ലാം തൊലയും.
ജാനകി ചോറുണ്ടായിരുന്നോ? ഇതെന്താ തിരുവാതിര കളിക്കാ? ആ നിന്റെ മൂപ്പിലാണ് എഴുതിയ പാട്ടിന്. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? അതെ. പിങ്കും ഗ്രീൻ. അതെ അതെ ഇതും കൊള്ളാം. കൊള്ളാം. എന്താടാ നിക്കുന്നേ? ഇത്ര നേരം ഇരിക്കുമായിരുന്നു സാർ. ഞാൻ വിചാരിച്ച ബഹുമാനം കൊണ്ടാണ്. ടോയ്ലറ്റ്. അപ്പൊ ഇതിനാണ് സാറ് തിരക്കി വന്നത്. അശ്ശേ. എന്നാ പിന്നെ പോയിട്ട് വാ. ഇതൊന്നും ആരോടും പറയല്ലേ. ജോസഫേ, ഇനി ഇവിടെ നോക്കാൻ ബാക്കിയുള്ളത് ഈ ബാത്റൂമിനുള്ളിൽ മാത്രം. ഞാനൊന്ന് പോയി നോക്കണോ? അല്ല സാറിന്റെ അന്വേഷണം വെച്ച് നോക്കുമ്പോ ഇതിനകത്ത് ഒരു ഒരു കോപ്പനും കാണില്ല എന്നല്ലേ? അതെ അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. താനപ്പ എന്റെ മനസ്സ് വായിച്ച്. കുറെ നാളായില്ലേ സാറിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. എന്റെ മനസ്സ് പഠിക്കണമെങ്കിൽ താൻ ഇനി ഒരു 100 ജന്മം കൂടെ പോലീസായിട്ട് ജനിക്കണം. ഈ ബാത്റൂമിൽ ആളുണ്ട്, ഞാൻ ഇന്ന് അവനെ പിടിച്ചിരിക്കും. കുറ്റിയിട്ടിരിക്കുകയാണല്ലേ? ചവിട്ടി പൊളിക്ക് സാർ. നില വിളിക്കരുത്. തെറ്റിദ്ധരിക്കരുത്. എടോ ജോസഫേ, എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് താൻ ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഒറ്റയ്ക്ക് പിടിക്കാൻ പോയല്ലേ, പോയി പിടി. ഞാൻ ഡോറ് ചവിട്ടി പൊളിച്ച് അകത്ത് ചെല്ലണം. അതിനകത്തൊരു പെൺകുട്ടി ഉണ്ടാവണം. ഈ SI പവന സ്ത്രീപീഡനത്തിന് അവത്താവണം. എന്റെ ജീവിതം കുത്തുപാള എടുക്കണം. ഇതല്ല തന്റെ മനസ്സിലിരിപ്പ്. ബാത്റൂമിനുള്ളിൽ ആരുമില്ല, നമ്മൾ കയറി നോക്കുന്നുമില്ല. തമന്നേ, ഞാനൊന്ന് മൂത്രം ഒഴിച്ചാലോ? ഇവിടെ അതൊക്കെ വൃത്തിയുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഒഴിച്ചാൽ നമുക്ക് പോവുകയല്ല. നമുക്ക് ആ സ്റ്റേഷനിൽ തന്നെ പോയി ഒഴിക്കാം. സ്വർണ്ണമഴയൊന്നും അല്ലല്ലോ ഈ പോകുന്നത്, പിന്നെ എവിടെ ഒഴിച്ചാലും ആ അതാണ്. വാ, ഇതൊക്കെ സ്വർണ്ണമഴ തന്നെ ആയിരിക്കും. ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. എന്നാ ബലവാ ജാനകി. എന്തു പറ്റി? ഒന്നും പറ്റാതെ ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കാൻ എനിക്ക് എന്താ വട്ടുണ്ടോ? ചില നേരത്തെ വേലകളൊക്കെ കണ്ട വട്ടുണ്ടെന്ന് തോന്നും. ഞാനും കുറെ വിളിച്ചായിരുന്നു കേട്ടോ. കുറെ മെസ്സേജും കാണും ഫോണില്. അതൊക്കെ ആയുസിന് ബലം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പൊ ഒന്ന് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് അങ്ങോട്ട് വിടും. പിന്നെ നീ എന്റെ മുഖത്ത് നോക്കത്തില്ല. ആ ബാത്റൂമിന്റെ സൈഡിലുള്ള വാതിൽ തുറന്നു കിടക്കണോ? എനിക്കറിഞ്ഞൂടാ. അയ്യോ, എന്റെ മൂഡാകെ പോയിരിക്കുക. ഇപ്പൊ ബിസിനസ് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പറയാൻ പോണ കാര്യം കേട്ടാലേ നിന്റെ ഉള്ള മൂഡ് കൂടി പോവും. എണീറ്റ് പോടാ അവിടുന്ന്. വാമന മഹാബലിയെ ചവിട്ടി പിടിച്ച പോലെ നിന്റെ തന്തയെ 3 പേര് ചവിട്ടി പിടിച്ചിട്ടുണ്ട്. അയ്യോ, ആ 999 വണ്ടിയുടെ ഓണർമാരില്ലേ, അവർ 2 ലക്ഷം രൂപ കൂടി വേണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അങ്കിൾ ഉടക്കി. മൂഡ് ഒന്നുകൂടി പോയോ? അതൊരു തല്ല് കിടത്താനുള്ള മൂഡ് വന്നോ? അവന്മാരെ നേരി കണ്ട പ്രശ്നമാ. നിന്നെ ഒരു കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ പ്രശ്നം? തല്ലിനും വഴക്കിനൊക്കെ പോയ ആകെ അലമ്പാവും. തറകളാ. ആദ്യം പൈസ കൂടെ ഇളക്ക്, എന്നിട്ട് 5 കാലും ഇളക്കാം. എടാ അല്ലേ, കഴുത്തി ചവിട്ടുമ്പോ നോക്കണം, കാറ്റ് പോവും. മോനെ, മകളെ, അച്ഛനെ രക്ഷിക്കടാ. ഈ നരസിംഹനെ ചവിട്ടി കൊല്ലുന്നു. ഓഹോ, അപ്പൊ ഇതാണല്ലേ മോൻ. മോനെ, അച്ഛൻ എന്ത് ചെയ്യണം? ആദ്യം അച്ഛനെ വിട്, എന്നിട്ട് സംസാരിക്കാം. ആ പറഞ്ഞത് ന്യായം. കണ്ടിട്ടൊരു മര്യാദരാമനാണെന്ന് തോന്നുന്നു. കാലെടുത്തോടെ. ആ എടുത്തോ. ഇത് 1 ലക്ഷം രൂപയുടെ ചെക്കാ. ഒരു സാധനം വിറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ പേരിൽ വീണ്ടും കാശ് ചോദിക്കുന്നത് തെണ്ടിത്തരാന്നാ പറയാ.
പക്ഷെ ഞാനത് പറയുന്നില്ല. എന്നാ ഞങ്ങളും തെണ്ടിത്തരം പറയുന്നില്ല. ദേ അച്ഛന്റെ തലയിലിരുന്ന സാധനം. ഐ ആം ഹിയർ. ഹലോ, ഫോണും കിട്ടുന്നില്ലല്ലോ. കസേരയിൽ നിന്ന് പുറച്ചപ്പോ ഒന്ന് താഴെ കിടക്കണം തോന്നി. നല്ല സുഖമുണ്ടല്ലേ? തണുത്ത തറ.